ഇസ്രായേലും ഹമാസുമായിട്ട് വെടിനിർത്തൽ തയ്യാറാവുന്നു എന്ന വാർത്തകൾ നമ്മൾ കണ്ടു. പക്ഷേ അവർ തമ്മിലാണ് തയ്യാറാവുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം നടപ്പാക്കുന്നതും തീരുമാനിക്കുന്നതുമെല്ലാം അമേരിക്കയും ഇസ്രായേലുമാണ്. നമ്മൾ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു ഈജിപ്തും തുർക്കിയും ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് ഇറങ്ങും എന്നൊക്കെയുള്ള ചർച്ചകൾ നടന്നപ്പോൾ അസംഭവ്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇസ്രായേലും അമേരിക്കയും മാത്രം മുന്നോട്ട് വെച്ച ഈ കാര്യത്തെ സ്വാഗതം ചെയ്ത രാജ്യങ്ങളാണ് ഇപ്പോൾ തുർക്കിയും ഈജിപ്തും. പിന്നീടുള്ളത് ഇന്തോനേഷ്യയും ഒമാനും കുവൈത്തും ഒഴികെയുള്ള GCC രാജ്യങ്ങളും. പൂർണ്ണമായിട്ടും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന വെടിനിർത്തൽ കരാറാണ് ഇപ്പോൾ ട്രംപ് അണ്ണൻ മുന്നോട്ട് വച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇസ്രായേൽ എഴുതി കൊടുത്ത കാര്യങ്ങൾ മാത്രമാണ്, ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ കരാറിന് മുന്നോടിയായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ പല വാർത്തകളും കണ്ട് ഈജിപ്തും തുർക്കിയും ഇപ്പോൾ ഇസ്രായേലിനെ അടിക്കുമെന്ന് സ്വപ്നം കണ്ട നിഷ്കളങ്കരായ പലസ്തീനി അനുകൂലികൾ, ഹമാസ് അനുകൂലികൾ, തുർക്കിയും ഈജിപ്തും ഇസ്രായേൽ മുന്നോട്ട് വെച്ച കരാറിനെ പിന്തുണക്കുന്നത് കണ്ടുകൊണ്ടെങ്കിലും കാര്യം മനസ്സിലാക്കുക. ഇസ്രായേൽ വരച്ച വരക്കപ്പുറം നിൽക്കാൻ ഒരിക്കലും ഈജിപ്തിനോ തുർക്കിക്കോ കഴിയില്ല. ആഗോള രാഷ്ട്രീയം നന്നായി അറിയുന്നവർക്ക് പോലും ഇക്കാര്യത്തിൽ വളരെ വലിയ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം ആഗോള രാഷ്ട്രീയം അവലോകനം ചെയ്യുന്ന പല ആളുകളും ഈജിപ്തും തുർക്കിയും ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ള രീതിയിൽ വീഡിയോകൾ പലപ്പോഴായി ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇസ്രായേലും ട്രംപ് അണ്ണനും കൂടി ആലോചിച്ചുണ്ടാക്കിയ ഈ പ്ലാൻ സ്വാഗതം ചെയ്തപ്പോൾ തന്നെ തുർക്കിയുടെയും ഈജിപ്തിന്റെയും നിലപാടുകൾ, അവരുടെ ഭാവി പരിപാടികൾ എന്താണെന്ന് പൂർണ്ണമായിട്ടും ആ വാർത്തകളൊക്കെ കണ്ട് ആശ്വാസം കൊണ്ടിരുന്ന പാവങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം.